ഹലോ, നമുക്കിന്ന് വളരെ ഈസി ആയിട്ട് മുട്ട കൊണ്ടിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ മുട്ട പുഴുങ്ങിയത് വളരെ കുറച്ച് മസാലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് ഞൊടിയിടയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്ത മുട്ടയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് ചെറിയ പീസായിട്ടല്ല, ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ട് 1/4 ടീസ്പൂൺ അളവിൽ സാധാരണ യൂസ് ചെയ്യുന്ന മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ പെരിഞ്ചീരകം പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ മതിയാകും. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, അതും ഒരു 1/4 ടീസ്പൂണിനോളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പൊടികളൊക്കെ ആ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂത്ത് തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുട്ടയുടെ വെള്ള മാത്രം, മഞ്ഞ ഞാൻ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ പിന്നീടാണ് ചേർത്തെടുക്കുന്നത്. വെള്ള മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആ വെള്ളയുടെ ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് അതിൻ്റെ ആ ഒരു യെല്ലോ പോർഷനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഊണിൻ്റെയൊക്കെ കൂടെ പെട്ടെന്നൊരു കറി ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പറ്റുന്നതാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. മുട്ട വേവിക്കുമ്പോൾ ഉപ്പിടുന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ഉപ്പ് അതിലേക്ക് പിടിക്കില്ലല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ, ഇപ്പോൾ കറിവേപ്പിലയില്ല മല്ലിയിലയാണുള്ളതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് ഓഫ് ചെയ്യുക. സവാള ഒരുപാട് വാടിയൊന്നും പോകണ്ട. നമ്മളിത് കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് നല്ല ക്രിസ്പി ആയിട്ട് കടിക്കാൻ വേണ്ടി കിട്ടണം. ആ ഒരു രീതിയിൽ വേണം സവാള ഇതിൽ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ മുട്ട പുഴുങ്ങിയതൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണെന്നുണ്ടെങ്കിലും റൈസിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും നല്ലൊരു കോംബോയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പേജ് ലൈക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കാം. നമ്മളിതുപോലെ ഒരുപാട് കുട്ടി റെസിപ്പീസ് നമ്മുടെ പേജിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.